വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ EN നന്ദകുമാർ, ഇവിടെ ഇപ്പോൾ നമ്മുടെ റിവ്യൂവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാനുണ്ടാകും. മാത്രവുമല്ല, ഈ ചിത്രം പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കമന്റുകൾ ഉണ്ടാകുമ്പോൾ അതൊരു ബഹിഷ്കരണ സ്വഭാവത്തിലേക്ക് കൂടി പോകുന്ന തരത്തിൽ ഉണ്ടാകുന്നു. പലരും ഞങ്ങൾ ബുക്ക് ചെയ്തതൊക്കെ റദ്ദാക്കിയിരിക്കുന്നു എന്ന തരത്തിൽ വരുന്നു. അങ്ങനെ ഒരു ആഹ്വാനം കൊടുക്കാനുള്ള ശ്രമം കൂടിയാണോ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ വിജയം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നത്. ഇത്രയും അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് അത് ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ടതുണ്ടോ? ആ ചിത്രത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമാണ് നന്ദി എഴുതി കാണിക്കുന്നത്, അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണ്. അങ്ങനെയൊക്കെയുള്ള മോഹൻലാലിന്റെ പശ്ചാത്തലം എന്താണ്? സംഘപരിവാർ സംഘടനകളുമായിട്ടൊക്കെ അദ്ദേഹം എങ്ങനെയാണ് ബന്ധം പുലർത്തുന്നതെന്ന് അറിയാം. അതിലുപരി രാഷ്ട്രീയത്തിന് അതീതമായ അദ്ദേഹത്തെ മലയാളികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ നിന്നുകൊണ്ട് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും ആ സിനിമയെ ബഹിഷ്കരിക്കാൻ നിങ്ങളുടെ അനുയായികളെ തന്നെ പ്രേരിപ്പിക്കും വിധമുള്ള പ്രസ്താവനകൾ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു തെറ്റായ മെസ്സേജായി പോവുകയല്ലേ? രേണുക ചോദ്യനോടാണോ? അതെ അതെ. രേണുക, എനിക്ക് മനസ്സിലായില്ല, ആരാണ് ചിത്രം ബഹിഷ്കരിക്കാനായിട്ട് ആരാണ് ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കിയിടം കൊണ്ട് ഈ ചിത്രത്തിന് അംഗീകാരം കൊടുത്ത് കേന്ദ്ര സർക്കാരാണ്. ഈ ചിത്രത്തിന്റെ ബഹിഷ്കരിക്കാൻ മനസ്സിലാക്കിയില്ല. ഡീഗ്രേഡിംഗ് ഈ ചിത്രത്തിനെതിരെ നടക്കുന്നു. ഞങ്ങൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് ഇറങ്ങിയ പല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ നൽകിയിട്ടുള്ള പ്രതികരണങ്ങൾ കൂട്ടിച്ചേർത്തുള്ള വീഡിയോകൾ പ്രചരിക്കുകയാണ്. ചിത്രം കൊള്ളില്ല, വളരെ പാഴാണ്, സമയം കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന് പിന്നിൽ ആരാണെന്ന് അറിയില്ല. പക്ഷേ എങ്ങനെയാണ് ഒരു ചിത്രം പരാജയപ്പെടുന്നത്, ബഹിഷ്കരിക്കപ്പെടുന്നത്? നിങ്ങളിപ്പോൾ ഒരു ആഹ്വാനം നടത്തേണ്ട പ്രധാനപ്പെട്ട നേതാക്കൾ, ശശികലയെ പോലെയുള്ള, നന്ദകുമാറിനെ പോലെയൊക്കെയുള്ള നേതാക്കൾ ഇത്തരം ഒരു മെസ്സേജ് ആളുകളിലേക്ക് ഇടുകയാണ്. അതിന് താഴെ വരുന്ന കമന്റുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, അതിൽ തന്നെ എത്രയോ ആഹ്വാനങ്ങളുണ്ട്. നിങ്ങൾ ചിത്രം ബഹിഷ്കരിക്കണം, കാണണം. ഇത് എങ്ങനെ ഇവിടെ ഇറങ്ങി എന്നാണ് ചോദിക്കുന്നത്. ഈ സെൻസർ ബോർഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുകയാണ്? അവരെയൊക്കെ അവർക്കെതിരെയൊക്കെ പറഞ്ഞോളൂ. ഗോദ്ര സംഭവം RSSന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയാണെന്നാണോ പറയേണ്ടത്? അവിടെ അതേപോലെ തന്നെ ഇത് കത്തിക്കാൻ ശ്രമിച്ച മറ്റേ തീവണ്ടി കത്തിക്കുന്നത് കാണിക്കാതിരിക്കുന്നത് ശരിയാണെന്നാണോ പറയേണ്ടത്? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ നറേഷനുകൾ ശരിയാണെന്നാണോ പറയേണ്ടത്? നന്ദകുമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ, എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ നിലപാടെടുക്കുന്ന സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല. നേരത്തെ തന്നെ ഈ ചിത്രത്തിൽ ചൂണ്ടിക്കാണിച്ചുവല്ലോ, മുഖ്യമന്ത്രിയെ എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിൽ ഇതിൽ പരിഹസിക്കുന്നുണ്ട്, അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനേറ്റിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് പിന്നോട്ട് പോകുന്നത്, അവർ എങ്ങനെയാണ് വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പോലും പറയുന്നുണ്ട് ഈ ചിത്രത്തിൽ. അപ്പോൾ നിങ്ങളെ മാത്രം ലക്ഷ്യമിടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക അജണ്ട ഈ ചിത്രത്തിനുണ്ട് എന്ന് എന്തിന് കരുതണം? അല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഇത് എതിരായിരുന്നോ? എവിടം കൊണ്ടാണ് എതിരെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ചിത്രമാണ്. അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അത് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അദ്ദേഹം സത്യസന്ധമായിട്ട് ബോധ്യപ്പെടുത്തണം. എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നില്ല? ഇത് നിങ്ങൾ ചിത്രം പിടിച്ചോളൂ, നിങ്ങളുടെ ചിത്രത്തിന് നിങ്ങൾക്ക് സെൻസർഷിപ്പിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് കഴിഞ്ഞിട്ട് ആ ചിത്രം ഒരു സർവതന്ത്ര സ്വതന്ത്ര ചിത്രമാണ്, ഇത് കേരളത്തിന്റെ മനസാക്ഷിയുടെ ചിത്രമാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ചിത്രം കേരളത്തിന് വെളിയില്, എനിക്ക് മനസ്സിലാവാത്ത പ്രശ്നം, നേരത്തേക്ക് സൂചിപ്പിച്ച ആളുകളൊക്കെ പറഞ്ഞു, ഇത് ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ മുതൽ മുടക്ക് എത്രയാണ്? ഒരു കണക്കുകൾ വേണ്ടി ഇതിനെ സംബന്ധിച്ച്. ആ ചിത്രത്തിന്റെ വരുമാനം കേരളത്തിന് 3.5 കോടി ജനങ്ങൾ സിനിമ കണ്ടാൽ പോലും എത്ര കോടി രൂപയാണ് കേരളത്തിന് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത്? എന്തുകൊണ്ടാണ് ആദ്യത്തെ ഇതിന്റെ വിതരണക്കാർ മാറി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത്യാദി ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ചിത്രം നിർമ്മിക്കുവാൻ അധികാരം പൃഥ്വിരാജിനുണ്ട്, സംവിധാനം ചെയ്യാൻ അധികാരമുണ്ട്. ഞങ്ങൾക്ക് ആർക്കും സംശയ കരുതലില്ല. പക്ഷേ ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ആരെങ്കിലും മെക്കെട്ട് കയറാനുള്ള പരിശ്രമം നടത്തുന്നത് അതൊരു മര്യാദയല്ല. നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരും ഒക്കെ പറയുന്നത് ചില ആളുകൾക്കെതിരായുള്ള പ്രശ്നത്തിൽ മാത്രമാണ്. ഞാൻ പറയാലോ, കേരളത്തില് ഹമാസിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച ആളുകളുണ്ടല്ലോ. ഇപ്പൊ എന്താ അവരുടെ അവസ്ഥ? ഹമാസിനെതിരായിട്ട് പലസ്തീനിൽ പോലും പ്രകടനം നടക്കുകയാണ്.
ഇത് തിരിച്ചറിയേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ലഷ്കർ ഇ തൊയ്ബയിലേക്ക് ചേരുന്ന അനുകൂലിച്ചുകൊണ്ടല്ല പൃഥ്വിരാജിന്റെ പ്രസ്ഥാനം വരുന്നത്. പൃഥ്വിരാജിന്റെ സിനിമ നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, ഇതില് ഞാൻ സീക്രട്ട് ഏജന്റുമാര് ചിരിച്ചുകൊണ്ട് കാര്യമായില്ല. പിന്നെ എന്ത് ചെയ്യണം സാർ? വിളിച്ചു പറയുമ്പോ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാതെ ഇവിടെ കടന്നിട്ട് സംഘപരിവാർ കടന്നിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ജനങ്ങളെ പൾസ് മനസ്സിലാക്കാതെ ഇവിടെ കടന്നിട്ട് ഇതന്നെയാ സിനിമയിലും പറയുന്നത്. ഒരു സിനിമ ഇറങ്ങി നിങ്ങൾക്ക് ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഡിയെ കൊണ്ടുവരും, നിങ്ങൾ ആ സിനിമേന്റെ ഫണ്ടിനെ കുറിച്ച് ചോദിക്കും. കേട്ടിട്ട് ഒരു മനുഷ്യൻ കേട്ടിട്ട് ഒരു ലോജിക്ക് തോന്നണ്ടേ സാർ? നിങ്ങൾക്ക് ഒരു വിമർശനം വരുമ്പോ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളുടെയും പ്രൊഡക്ഷന്റെ കോസ്റ്റ് സാറിന് അറിയോ? എല്ലാ സിനിമകളും അങ്ങനെ പുറത്ത് വിട്ടിട്ടാണോ ഒരു സിനിമ പുറത്തിറക്കാറ്? ഒരു സിനിമ ഇറങ്ങി ആ സിനിമ സിനിമകളുടെ വരുമാനത്തെ കുറിച്ച് പറയൂ സാർ. ഒരു മാസം കഴിഞ്ഞ് തിയേറ്ററിൽ ഒരു സിനിമ വന്ന് ആ സിനിമ ഒരു മാസം ഓടിയതിനു ശേഷം തിയേറ്റർ അസോസിയേഷൻ അതിന്റെ കണക്കുകൾ പുറത്തു വിടും, പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തു വിടും. കഴിഞ്ഞ വർഷം 2024 നടന്നില്ല പൊളിഞ്ഞ ചിത്രങ്ങളുടെ കണക്കുകൾ ഇവിടെയുണ്ട്. എന്തായാലും 200 കോടിയുടെ കണക്കുകൾ പറയുന്നത് പൃഥ്വിരാജ് 200 കോടി പറഞ്ഞിട്ടുണ്ടോ? മോഹൻലാൽ 200 കോടി പറഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഒടുവിലത്തെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്തായാലും നമുക്ക് മുന്നിലുണ്ട്. ഇവിടെ കിരൺ ബാബു ഇവിടെ ഈ ചിത്രത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇഡി എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നത് ഈ ചിത്രത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചർച്ച പുരോഗമിക്കുമ്പോൾ ബജറ്റിലേക്കാണ്, ചിത്രത്തിന്റെ ബജറ്റിലേക്കാണ് പോകുന്നത്. ബജറ്റ് എന്താണ് എന്നത് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തു പറഞ്ഞില്ല. ഇന്നലെ മോഹൻലാൽ പറയുന്നത് നിങ്ങൾ ബജറ്റ് എത്രയെന്ന് ചോദിക്കുകയല്ല ജെൻഡ, ഈ ബജറ്റിൽ എങ്ങനെ ഈ ചിത്രം എടുക്കാൻ പറ്റി എന്ന് അത്ഭുതപ്പെടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ അത്ഭുതത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് മോഹൻലാൽ തന്നെ പറയുന്നത്. അപ്പോൾ ഒരു ബജറ്റ് ഒരു പ്രശ്നമാകുമോ? ഇനിയിപ്പോൾ ഞങ്ങൾ വിമർശിക്കുന്നതേ ഉള്ളൂ, അതിനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്, ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്നതാണോ ഇതിന്റെ പൊരുൾ? അല്ല, നിങ്ങൾക്ക് അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇന്നലെ വരെ ബജറ്റിനെ കുറിച്ച് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ബജറ്റ് സിനിമയ്ക്ക് മറ്റേതെങ്കിലും സാമ്പത്തിക ക്രമക്കേടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷിക്കാൻ ഈ നാട്ടിലെ ഏജൻസികളുണ്ട്, അവർക്ക് ഏത് സമയത്തും ഇതൊക്കെ അന്വേഷിക്കാവുന്നതാണ്. പക്ഷേ ഈ ഏജൻസികളെ ഉപയോഗിക്കേണ്ടത് ഈ ബജറ്റ് കണക്കിനെ കുറിച്ച് പറയേണ്ടത് ഇന്ന് രാവിലെ സിനിമ ഇറങ്ങി ആ ഈ പറയുന്ന ഗുജറാത്ത് കലാപം ഉണ്ടായ സമയത്ത് അത് ഹിന്ദുക്കൾക്കെതിരായുള്ള വംശഹത്യയാണെന്ന് അംഗീകരിക്കാതെ കണ്ട് മുസ്ലിം വംശഹത്യയാണെന്ന് പറഞ്ഞവരാണ് സിനിമയുടെ പിന്നില്. ആരാണ് ഈ സിനിമയിൽ ഇത് ഗുജറാത്ത് കലാപമാണെന്ന് പറഞ്ഞത്? പൃഥ്വിരാജ് പറഞ്ഞു. ഗുജറാത്ത് കലാപത്തെ കുറിച്ചൊക്കെ നിങ്ങളുടെ തോന്നലല്ലേ? ഒരു ട്രെയിൻ കത്തിക്കഴിഞ്ഞാൽ അത് ഗുജറാത്ത് കലാപത്തിൽ കത്തിയ ട്രെയിനാണ് നിങ്ങൾ എങ്ങനെ പറയും? മുരളി ഗോപി പറഞ്ഞോ? പൃഥ്വിരാജ് പറഞ്ഞോ? അതാണ് എനിക്ക് സായിയോടുള്ളൊരു ചോദ്യം. ഇന്നലെ വരെ എമ്പുരാന്റെ പോസ്റ്ററുകൾ കവർ ഫോട്ടോ ആക്കിയിരുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രചാരണം നടത്താം, ഞങ്ങളുടെ മോഹൻലാലിന്റെ ചിത്രമാണല്ലോ, ഞങ്ങളുടെ സംഘപരിവാറിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവമുള്ള മോഹൻലാലിന്റെ ചിത്രം എന്നൊക്കെ പറഞ്ഞ് ഇത് കവർ ഫോട്ടോ ആക്കി ഇതിന് സർവത്ര പ്രചാരണം കൊടുത്തിരുന്നവരെ പോലും പൃഥ്വിരാജ് പറ്റിച്ചു. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം. ഇനി ചിത്രം പറയുന്നത് ഇതാണ് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർ ഇതിന് മാക്സിമം പ്രൊമോഷൻ നൽകി ഇന്ന് പോയി തിയേറ്ററിൽ അബദ്ധത്തിലായി. നടന്റെ മിടുക്കാണ്. അല്ല, ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് പൃഥ്വിരാജ് പറഞ്ഞ ഒരു സ്റ്റോറി വന്ന് പറയുമ്പോ മോഹൻലാൽ ഒന്നും അറിയാതെ 40 വർഷത്തെ പാരമ്പര്യം പോയിട്ടാണ് അഭിനയിക്കൂ. സായി ഒരു വക്കീലിന്റെ ഒക്കെ കേസ് കൊടുക്കുമ്പോ വക്കീലിനോട് സത്യം പറയും, വക്കീല് പണം വാങ്ങിക്കും, ആർക്ക് വേണ്ടിയിട്ടും വാദിക്കും. അതിനെന്താ തെറ്റുള്ളത്? ഇതിന് മോഹൻലാൽ പണം വാങ്ങിയില്ലാന്നാണല്ലോ പറഞ്ഞേ. ഇന്നേ വരെ അഭിനയിച്ചിട്ട് മോഹൻലാൽ ഇതിന് പണം മേടിച്ചിട്ടില്ലാന്ന് പറഞ്ഞേ. ഇത് മോഹൻലാലിന്റെ പ്രൊഫഷന്റെ ഭാഗമാണ്, അദ്ദേഹം പണം വാങ്ങിക്കും. മോഹൻലാലിന്റെ പ്രൊഫഷന്റെ ഭാഗമാണ്. അതാ എന്താ തെറ്റ്? അതിനെ ചോദിക്കാം. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ പറഞ്ഞത് അത് പ്രൊഫഷന്റെ ഭാഗമാണ്. പക്ഷേ ചിത്രത്തിന്റെ നിർമ്മാതാവിനെ സംബന്ധിച്ചും ചിത്രത്തിന്റെ സംവിധായകനെ സംബന്ധിച്ചും അവരുടെ രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പാടില്ലാതാണോ? അല്ല, നിങ്ങൾ എന്താ സമ്മതിക്കുന്ന മടി? സിനിമയായിട്ട് കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. പ്രൊമോഷന്റെ ഭാഗമായവർ പെട്ടിരിക്കുകയാണോ? അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ നന്ദകുമാർ അതാണ് പറയുന്നത്, നിങ്ങൾ ഇതാണ് സിനിമ എടുക്കുന്നെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഇത് കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കാണാൻ മോഹൻലാൽ വരികയും അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുകയും
ഞാൻ ഈ ചിത്രം കാണും എന്ന് പറയുകയും ചെയ്തു. ഇന്നും അദ്ദേഹം നാളെ ഈ ചിത്രം കാണും എന്ന് തന്നെയാണ് പറഞ്ഞത്. BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കളായ ഔദ്യോഗികമായ നേതാക്കളാരും തന്നെ ചിത്രത്തിനെതിരെ ഈ തരത്തിൽ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ ജെ നന്ദകുമാർ ആയാലും KP ശശികല ആയാലും ഒക്കെ, അവരൊക്കെ ഈ സിനിമയെ കണ്ടപ്പോൾ തന്നെ അവർ സ്വയം ഐഡന്റിഫൈ ചെയ്യുകയാണ്, ഇത് ഇന്ന സിനിമ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്, ആ ഉദ്ദേശം അത് തന്നെയാണെന്നുള്ള സംശയമൊന്നുമില്ല. അവരെല്ലാ ആളുകൾക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യരും തിരിച്ചറിയാം. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഒട്ടേറെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഒരു ഭാഗം എടുക്കുന്നതിന് അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം തന്നെയാണ് എടുത്തത്. ഏറ്റവും പ്രധാന ഭാഗം അതിലെടുത്തതിന് കൂട്ടക്കൊല നടന്ന ഈ നരേന്ദ്ര പാട്ടിയ കൂട്ടക്കൊലയുടെ വിഷയം അതിൽ സിനിമയിൽ എടുത്തതിന് പൃഥ്വിരാജിനോ അല്ലെങ്കിൽ ആ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. ഇതെല്ലാം ഞങ്ങൾ നേരത്തെ കൂട്ടി പറയണം, നേരത്തെ കൂട്ടി പറഞ്ഞിട്ട് സിനിമ എടുക്കുക. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ കഴിയുമോ? ഏത് സിനിമ എടുക്കുന്നവർക്കും അവർക്ക് എന്ന ഭാഗങ്ങളെല്ലാം എടുക്കാനുള്ള അവർക്ക് പൂർണ്ണമായ അവകാശങ്ങളുണ്ട്. അതിനെതിരെ നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാം, അതിന് യാതൊരു തടസ്സവുമില്ല, ആർക്ക് വിമർശനം ഉന്നയിക്കാം. ഇത് പറയുമ്പോൾ ഈ സിനിമയുടെ സാമ്പത്തിക സോഴ്സ് ഏതാ എന്ന് ചോദിക്കുന്നിടത്താണ് ഈ സിനിമ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം കൂടി. ED അടക്കമുള്ള ഏജൻസികളെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണം എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് തന്നെ നിലവിലുണ്ട്. ഈ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലാണ് നന്ദകുമാർ അടക്കം സംസാരിക്കുന്നത്. അദ്ദേഹം അടക്കം ചോദിക്കുന്നത് ഇത്ര വരുമാനം എവിടുന്ന് കിട്ടും, ഈ ഇത്രയും വലിയ സിനിമയ്ക്ക് എത്ര രൂപ ചിലവാകുന്നത്? കഴിഞ്ഞ 2-3-4 മാസമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊന്നും ഇന്ത്യയിൽ ഒരു ഏജൻസികളും കണ്ടില്ലേ? ഇപ്പോൾ ഈ സിനിമ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം അത് സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രയാസപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ അതിനെതിരെയുള്ള നിശ്ചിതമായ വിമർശനമുണ്ട് എന്ന് കണ്ടപ്പോൾ സിനിമയുടെ ലാഭം എവിടെ, നഷ്ടം എവിടെ എന്നുള്ള ചോദ്യം വരുന്നിടത്ത് തന്നെയാണ് ഈ സിനിമയുടെ വിമർശനവും കൊള്ളുന്നത്. തീർച്ചയായും.